അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാം കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ മെൻ്റൽ മാത്ത്, അതായത് മനക്കണക്ക് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാം, അതുപോലെ തന്നെ വൺ വേരിയബിൾ അതായത് ഒരു വേരിയബിൾ എക്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാം, പിന്നെ ടു വേരിയബിൾ അല്ലേ എക്സും വൈയും ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞു അല്ലേ. അതിൽ 3-4 എക്സാമ്പിൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 10 ഏതാനും ചോദ്യങ്ങളുണ്ട്, അതിലേക്കൊന്ന് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് ശ്രദ്ധിച്ചവർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. പ്രിയ ബോട്ട് എ ബാഗ് ആൻഡ് എ പെയർ ഓഫ് സ്ലിപ്പേഴ്സ് ഫോർ 1100 rupees. ദി ബാഗ് കോസ്റ്റ് 300 rupees മോർ ദാൻ ദി സ്ലിപ്പേഴ്സ്. വാട്ട് ഈസ് ദി പ്രൈസ് ഓഫ് ദി സ്ലിപ്പേഴ്സ് ആൻഡ് ദി പ്രൈസ് ഓഫ് ദി ബാഗ്? ഇതാണ് ചോദ്യം. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത അതേ രൂപത്തിലൊരു പ്രോബ്ലം അല്ലേ. അതായത് പ്രിയ 1100 രൂപ കൊടുത്ത് ഒരു ബാഗും ചെരുപ്പും വാങ്ങി. ഒരു ബാഗും ഒരു ചെരുപ്പും വാങ്ങാൻ 1100 രൂപ കൊടുത്തു. ഒരു ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ചെരുപ്പിന്റെ വില എന്താണ്, ബാഗിന്റെ വില എന്താണ്? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് രണ്ട് വേരിയബിൾ ഉപയോഗിച്ചതായി, അതായത് എക്സും വൈയും ഉപയോഗിച്ച് നമുക്കിത് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ ബാഗിന്റെ വില നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ ഒരു ബാഗിന് വന്ന വില ബാഗ് എക്സ് ആയിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ചെരുപ്പിന്റെ വില സ്ലിപ്പേഴ്സ് വൈ എന്നും കൊടുക്കാം. അപ്പോൾ നമ്മൾ പ്രൈസ് ഓഫ് ബാഗിന്റെ വില നമ്മൾ എക്സ് ആയിട്ട് എടുത്തു, ചെരുപ്പിന്റെ വില നമ്മൾ വൈ ആയിട്ട് എടുത്തു. മനസ്സിലായല്ലോ. അപ്പോൾ ഈ ചെരുപ്പും ഈ ബാഗും വാങ്ങാൻ വേണ്ടി എത്ര കാശ് കൊടുത്തു? 1100 രൂപ കൊടുത്തു അല്ലേ. അപ്പോൾ 1100 രൂപയാണ് ഇതിനു വേണ്ടി കൊടുത്തത്. നമുക്കിവിടെ പ്രൈസ് ഓഫ് ബാഗ്, ഇവിടെ പ്രൈസ് ഓഫ് സ്ലിപ്പേഴ്സ്, ചെരുപ്പിന്റെ വില. ഒരു ബാഗും ഒരു സ്ലിപ്പും ഒരു ചെരുപ്പും വാങ്ങാൻ 1100 രൂപ കൊടുത്തു അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ബാഗിന്റെ വില എക്സ് ആണ്, ചെരുപ്പിന്റെ വില വൈ ആണ് അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് വൈ എത്ര കാശ് കൊടുത്തു? 1100 രൂപ കൊടുത്തു. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ബാഗിന് ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ്. അതായത് ബാഗിന്റെ വിലയാണ് എക്സ്, ചെരുപ്പിന്റെ വിലയാണ് വൈ അല്ലേ. അപ്പൊ ബാഗിനാണ് വില കൂടുതൽ, എന്തിനേക്കാൾ? ചെരുപ്പിനേക്കാൾ 300 രൂപ കൂടുതലാണ് ബാഗിന്. മനസ്സിലായല്ലോ. അതായത് ബാഗിന്റെ വിലയിൽ നിന്ന് ചെരുപ്പിന്റെ വില കുറച്ചാൽ നമുക്ക് എത്ര കിട്ടണം? 300 കിട്ടണം. അതായത് ഇവർ തമ്മിലുള്ള വ്യത്യാസം 300 രൂപയാണ് അല്ലേ. 300 രൂപ. ബാഗിനാണ് വില കൂടുതൽ, ബാഗിന്റെ വിലയിൽ നിന്ന് ചെരുപ്പിന്റെ വില കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? 300 രൂപ കിട്ടണം. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്, അതായത് ബാഗിന്റെ വിലയിൽ നിന്ന് ചെരുപ്പിന്റെ വില നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 300 രൂപ കിട്ടണം. അപ്പം നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനായി എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 300. ഇപ്പം നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി അല്ലേ. നമ്മൾ പറഞ്ഞല്ലോ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. ഇത് ഒന്നാമത്തെ ഇക്വേഷനായി, ഇത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നമുക്ക് ഒന്നുകിൽ എക്സിനെ ഒഴിവാക്കണം, അതല്ലെങ്കിൽ വൈനെ ഒഴിവാക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണെന്ന് നോക്കാം, ഗുണനം എന്താണെന്ന് നോക്കാം. ഇവിടെ എത്രയാണ്? ഇവിടെ 1 ആണ്, അടിയിലും 1 ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എക്സിനെ ഒഴിവാക്കാൻ പറ്റും. ഇനിയോ വൈ നോക്കിയേ, വൈനെയും ഒഴിവാക്കാൻ പറ്റും. ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ് അല്ലേ. അപ്പോൾ നമുക്കിതിൽ ആരെ വേണമെങ്കിലും ഒഴിവാക്കാം. അപ്പോൾ ഇനി എങ്ങനെ ഒഴിവാക്കണം നമ്മൾ നോക്കാം. ഇതിന്റെ ചിഹ്നം എന്താണ്? രണ്ടിന്റെയും എക്സിന്റെയും ഈ അടിയിൽ കിടക്കുന്ന എക്സിന്റെയും ചിഹ്നം എന്താണ്? പോസിറ്റീവാണ്. ഇവിടെയാണെങ്കിൽ ഇത് പോസിറ്റീവും നെഗറ്റീവാണ്. അപ്പം ഒരേ ചിഹ്നം വന്നാൽ എങ്ങനെയാണ് ഒഴിവാക്കണമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. ഒരേ ചിഹ്നം വന്നാൽ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യണം. വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നാൽ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ അവർ തമ്മിൽ കൂട്ടണം അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് വൈനെ ഒഴിവാക്കണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ വൈയുടെ ചിഹ്നം എന്താണ്? ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് അല്ലേ. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ കൂട്ടിക്കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് വൈയും പോസിറ്റീവ് വൈയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 0 ആയി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇക്വേഷൻ 1 കൂടെ ഇക്വേഷൻ 2 നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? എക്സും തമ്മിൽ കൂട്ടുമ്പോൾ 2x, പോസിറ്റീവ് വൈയും നെഗറ്റീവ് വൈയും തമ്മിൽ കൂട്ടുമ്പോൾ 0 ആയിപ്പോയി. സീക്വൽ ടു ഇവ തമ്മിൽ കൂട്ടുമ്പോഴോ 1100, 300, 1400. അപ്പോൾ നമുക്കിവിടെ കിട്ടി 2x ഈസ് ഈക്വൽ ടു 1400. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില കണ്ടുപിടിക്കാലോ. എക്സ് ഈസ് ഈക്വൽ ടു 1400, ഈ ഇൻറ്റു 2 ഇവിടെ വരുമ്പോൾ ബൈ 2 ഈക്വൽ ടു 700.
അപ്പോൾ നമുക്ക് എക്സ് കിട്ടി 700. എക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഓഫ് ബാഗ്. ഒരു ബാഗിൻ്റെ വില നമുക്ക് കിട്ടി 700 രൂപ. മനസ്സിലായല്ലോ? ഇനി രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? എക്സും വൈയും ബാഗിൻ്റെ വിലയും സ്ലിപ്പറിൻ്റെ വിലയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 1100 കിട്ടണം അല്ലേ? അപ്പം നമുക്കതിൽ നിന്ന് സ്ലിപ്പറിൻ്റെ വില കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ഇത് കൊടുത്താൽ മതി. നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1100. രണ്ടും കൂടി കൂട്ടുമ്പോൾ 1100 കിട്ടണം. ഇനി നമുക്ക് എക്സിൻ്റെ വില അറിയാം 700. അപ്പോൾ 700 പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1100. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു 1100. ഈ 700 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? -700 ഇസ് ഈക്വൽ ടു 400. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വില കിട്ടി, ബാഗിൻ്റെ വില കിട്ടി 700 രൂപ. അതുപോലെ തന്നെ വൈ സ്ലിപ്പറിൻ്റെ വില കിട്ടി, ചെരുപ്പിൻ്റെ വില 400 രൂപ. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 10 ചോദ്യങ്ങളാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ദി സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 26 ആൻഡ് ദ ഡിഫറൻസ് ഈസ് 4. വാട്ട് ആർ ദി നമ്പേഴ്സ്? വളരെ സിമ്പിൾ ആയ ചോദ്യം അല്ലേ? അതായത് രണ്ട് സംഖ്യകളുടെ തുക 26 26 അവർ തമ്മിലുള്ള വ്യത്യാസം 4. അങ്ങനെയാണെങ്കിൽ സംഖ്യകൾ ഏതൊക്കെയാണ്? ഇതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് വേണം? രണ്ട് സംഖ്യകളാണ്. അപ്പോൾ ഒരു സംഖ്യക്ക് എക്സ് എന്ന് കൊടുക്കാം, മറ്റേ സംഖ്യക്ക് വൈ എന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ നമുക്ക് നമ്പേഴ്സ് സംഖ്യകൾ എക്സും വൈ ആണെന്ന് വിചാരിക്കാം. ഇതെന്താണ് പറഞ്ഞിട്ടുള്ളത്? രണ്ട് സംഖ്യകളുടെ തുക അല്ലേ? സം ഓഫ് 2 നമ്പേഴ്സ്. രണ്ട് സംഖ്യകളുടെ തുക 26. ഇതാണ് നമ്മുടെ രണ്ട് സംഖ്യകൾ. അതായത് ഇവർ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 26 നമുക്ക് കിട്ടണം അല്ലേ? അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 26. അവർ തമ്മിലുള്ള വ്യത്യാസം 4 ആണ് അല്ലേ? അതായത് ഈ എക്സും വൈയും തമ്മിലുള്ള വ്യത്യാസം 4 ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? എക്സിൽ നിന്ന് വൈ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 കിട്ടണം അല്ലേ? അതാണ് വ്യത്യാസം. നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത പോലെ തന്നെ. അപ്പോൾ എക്സിൽ നിന്ന് വൈ കുറച്ച് കഴിഞ്ഞാൽ 4 കിട്ടണം അല്ലേ? അപ്പോൾ നമുക്ക് എഴുതാം എക്സിൽ നിന്ന് വൈ കുറച്ച് കഴിഞ്ഞാൽ 4 കിട്ടണം. ഇതാണ് അവർ തമ്മിൽ 4 അവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമുക്ക് ഇവിടെയും രണ്ട് ഇക്വേഷൻ കിട്ടി. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 26, എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 4 അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം, ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നമുക്ക് ആരെങ്കിലും ഒരാളെ കളയണം. ഒന്നുകിൽ എക്സിനെ കളയാം അല്ലെങ്കിൽ വൈനെ കളയാം. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു കോഎഫിഷ്യന്റ് ഇവിടെയും ഒന്നാണ് ഇവിടെയും ഒന്നാണ്. അതുകൊണ്ട് എക്സിനെ കളയാൻ പറ്റും. ഇവിടെയും ഒന്നാണ് ഇവിടെയും ഒന്നാണ്, സെയിം ആണ് അല്ലേ? അപ്പോൾ നമുക്ക് വൈനെയും കളയാം. പക്ഷെ ഇവിടെ ചിഹ്നങ്ങൾ നോക്കിയാൽ ഇവിടെ രണ്ടും പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ് മൈനസ് നെഗറ്റീവും. നമുക്കറിയാം ഈ രണ്ട് ഇക്വേഷനും മൈനസും പ്ലസും നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ അല്ലേ? ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ വൈ പോയി കിട്ടും അല്ലേ? ഇനി ഇതിൽ നിന്ന് ഇത് കുറച്ചാലോ ഏത് പോകും? എക്സ് പോകും അല്ലേ? അത് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ വിശദമായി പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് വൈനെ ഒഴിവാക്കണം, എന്ത് വേണം? കൂട്ടേണ്ടി വരും അല്ലേ? ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ്. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 രണ്ടും കൂടി കൂട്ടാം. അപ്പോൾ എന്ത് വരും? എക്സ് പ്ലസ് എക്സ് 2x മൈനസ് വൈയും പ്ലസ് വൈയും കൂടി കൂട്ടുമ്പോൾ 0 ഈക്വൽ ടു 26 4 30. അപ്പോൾ 2x ഈക്വൽ ടു 30, എക്സ് ഈക്വൽ ടു 30/2 ഈക്വൽ ടു 15. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ വില കിട്ടി 15. ഇനി എന്ത് ചെയ്യാം? എക്സിൻ്റെ വില നമുക്ക് ആദ്യത്തെ ഇക്വേഷനിൽ അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 26 എക്സിൻ്റെ വില 15. അപ്പോൾ 15 പ്ലസ് വൈ ഈക്വൽ ടു 26. അങ്ങനെയാണെങ്കിൽ വൈ എത്ര വരും? 26. ഈ പ്ലസ് 15 അങ്ങോട്ട് പോകുമ്പോൾ -15 ഈക്വൽ ടു 11. അപ്പോൾ നമുക്ക് വൈയുടെ വില കിട്ടി 11. അപ്പോൾ രണ്ട് നമ്പറുകൾ ഏതൊക്കെയാണ്? 15 15 11. ശരിയല്ലേ? ഇവർ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര വരും? 26 വരും. ഇതിൽ നിന്ന് ഇത് കുറച്ചാലോ? 15ൽ നിന്ന് 11 കുറച്ചാൽ 4 കിട്ടും. ഒരാൾക്ക് ഇത് നമുക്ക് എക്സിനെ ഒഴിവാക്കണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യും? അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 26, എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4. ഇപ്പോൾ ഒരാൾ പറഞ്ഞു രണ്ട് പ്രോബ്ലത്തിൽ എന്താ വൈനെ ഒഴിവാക്കിയത്, ഒരു പ്രാവശ്യം എക്സിനെ ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എക്സിനെ ഒഴിവാക്കാം? ഇവിടെ എക്സിനെ ഒഴിവാക്കില്ലെന്ന് പറഞ്ഞു. ഇവിടെ ഒരേ ചിഹ്നങ്ങളാണ് അല്ലേ? ഒരേ ചിഹ്നങ്ങൾ വരുമ്പോൾ എന്ത് വേണം? മൈനസ് ചെയ്യണം അല്ലേ? ഇപ്പം 4ൽ നിന്ന് 2 4 ഉണ്ടെങ്കിൽ അത് 0 ആയി പോകണമെങ്കിൽ നമ്മൾ എന്ത് വേണം? 4ൽ നിന്ന് 4 മൈനസ് ചെയ്യണം അല്ലേ? അതേ രൂപത്തിൽ ഇവിടെ ഒരേ ചിഹ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇത് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് 2 നമുക്ക് മൈനസ് ചെയ്യണം, കുറയ്ക്കണം. വ്യത്യാസം മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ എക്സിൽ നിന്ന് എക്സ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 0 വരും, 0. ഇനി വൈയിൽ നിന്ന്
നെഗറ്റീവ് വൈനെ കുറയ്ക്കണം. ഇവിടെ ശ്രദ്ധിക്കുക, വൈ മൈനസ് കുറയ്ക്കണം. ഈ കുറയ്ക്കലാണ് ഇത് മൈനസ് ഏത് വൈ? നെഗറ്റീവ് വൈ. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്ത് വരും? വൈ രണ്ട് നെഗറ്റീവ് എടുത്തു വന്നാൽ വൈ പ്ലസ് വൈ എന്നായി. അതായത് 2y എന്ന് കിട്ടും ഇവിടെ. അപ്പോൾ നമുക്കിവിടെ 2y ഈസ് ഈക്വൽ ടു, ഇനി 26-ൽ നിന്ന് 4 കുറച്ചാൽ എത്ര കിട്ടും? 22. അപ്പോൾ 2y ഈസ് ഈക്വൽ ടു 22, y ഈസ് ഈക്വൽ ടു 22/2 ഈസ് ഈക്വൽ ടു 11. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം വൈനെ കിട്ടി. എക്സിനെ നമ്മൾ ഒഴിവാക്കിയപ്പോൾ ആദ്യം വൈനെ കിട്ടി. ഇനി ഈ വില കൊടുത്താൽ മതി. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 26, വൈയുടെ വില കൊടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് 11 ഈസ് ഈക്വൽ ടു 26, എക്സ് ഈസ് ഈക്വൽ ടു 26 മൈനസ് 11 ഈസ് ഈക്വൽ ടു 15. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ വില കിട്ടി. ആദ്യം നമുക്ക് വൈയുടെ വില കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും ചെയ്യാം. ഒന്നുകിൽ എക്സിനെ ഒഴിവാക്കാം, അല്ലെങ്കിൽ വൈനെ ഒഴിവാക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദി പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഈസ് 40 സെൻറ്റിമീറ്റർ ആൻഡ് വൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദി അതർ. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ്. അതായത് ഒരു ചതുരം അല്ലെ, ചതുരത്തിന്റെ പെരിമീറ്റർ ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട് 40 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതാണ് നമ്മുടെ ചതുരം, അതിന്റെ ചുറ്റളവ് അതായത് പെരിമീറ്റർ എത്രയാണ്? 40 സെൻറ്റിമീറ്റർ. വൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദി അതർ. ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാളും 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പോൾ ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാളും 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ചതുരത്തിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ചതുരം എന്ന് പറയുമ്പോൾ നീളവും വീതിയും ഉണ്ടാവും അല്ലേ? ഇതിപ്പോൾ ലെങ്ത്, ഇത് ബ്രെഡ്ത്ത്, ഇത് നീളം, ഇത് വീതി അല്ലേ? അപ്പോൾ ഇവിടെ ഇതേ നീളം തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവുക അല്ലേ? ഇനിയോ ഇതേ വീതി തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇതാണ് ചതുരം എന്ന് പറയുന്നത്. അപ്പോൾ ചതുരത്തിന്റെ പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്? ഈ 4 സൈഡും കൂടി കൂട്ടുന്നതാണ് ചതുരത്തിന്റെ ചുറ്റളവ് അല്ലേ? അതായത് 4 സൈഡും കൂടി കൂട്ടുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതേ അളവ് തന്നെ ആയിരിക്കും ഇവിടെ, ഇതേ അളവ് തന്നെ ആയിരിക്കും ഇവിടെ അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതും ഈ 2 സൈഡുകൾ തമ്മിൽ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഗുണിക്കും അല്ലേ? അപ്പോൾ അതാണ് നമ്മുടെ ചുറ്റളവ്. അതായത് 2 ഇൻറ്റു എല്ലും ബിയും തമ്മിൽ കൂടി കൂട്ടും, ഈ നീളവും തമ്മിൽ കൂടി കൂട്ടും, അതിനെ 2 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം അളവ് കിട്ടി അല്ലേ? അതായത് 2 ഇൻറ്റു എൽ പ്ലസ് ബി. ഇതാണ് നമ്മുടെ ചുറ്റളവ്. ഇത് നമുക്ക് തന്നിട്ടുണ്ട്, 40 സെൻറ്റിമീറ്ററിന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പണി ചെയ്യാം. ഇവിടെ നമുക്ക് എല്ലിന് പകരം തന്നു കൊടുക്കാം. നമ്മൾ ചെയ്യാറുള്ള എക്സും വൈയും വെച്ചാണല്ലോ. അപ്പോൾ നമുക്ക് എല്ലിന് പകരം നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് ബിക്ക് പകരം എന്ത് കൊടുക്കാം? വൈ എന്നും കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്ത് വരും? 2 ഇൻറ്റു എൽ പ്ലസ് ബിക്ക് പകരം 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് കൊടുക്കാം അല്ലേ? അത് കുഴപ്പമില്ലല്ലോ, നമ്മൾ പേരൊന്ന് മാറ്റി കൊടുത്തു. അപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ, എൽ പ്ലസ് ബിക്ക് പകരം എക്സ് പ്ലസ് വൈ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എഴുതാം ചുറ്റളവ് അല്ലേ, പെരിമീറ്റർ ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ. പെരിമീറ്റർ 40 സെൻറ്റിമീറ്റർ ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് 2 ഇൻറ്റു എൽ പ്ലസ് ബി അല്ലേ? അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ. എല്ലിന് പകരം നമ്മൾ എക്സ് കൊടുത്തു, ബിക്ക് പകരം വൈ കൊടുത്തു, അത്രേ ഉള്ളൂ. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എന്ത് വരും? 40. അപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 40 ആണെങ്കിൽ എക്സ് പ്ലസ് വൈയുടെ വില എത്രയായിരിക്കും? ഇത് 2 നീളവും 2 വീതിയും കൂടി കൂട്ടുമ്പോഴാണ് 40 വരാം അല്ലേ? അപ്പോൾ ഒരു നീളവും ഒരു വീതിയും തമ്മിൽ കൂട്ടുമ്പോഴോ, അതായത് നമുക്ക് ഈ എക്സ് പ്ലസ് വൈ മാത്രം വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 40. ഇനി എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ ഇൻറ്റു 2 ആണ്, ആ 2 അപ്പുറത്ത് പോകുമ്പോൾ ബൈ 2 ആയി അല്ലേ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് വൈ എത്രയാണെന്ന് കിട്ടി? ഈക്വൽ ടു 20. അപ്പോൾ ഒരു നീളവും ഒരു വീതിയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 20 കിട്ടണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ഇക്വേഷനായി എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 20. അത് കിട്ടിയത് മനസ്സിലായല്ലോ. ഇനി എന്താണ് അടുത്ത ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? വൺ സൈഡ് ഈസ് 8 സെൻറ്റിമീറ്റർ ലോങ്ങർ ദാൻ ദി അതർ. അതായത് ഒരു വശം മറ്റേ വശത്തേക്കാൾ 8 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ കണക്കിൽ ചെയ്തല്ലോ. അവർ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 8 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? അപ്പോൾ നീളത്തേക്കാൾ വീതി എത്രയായിരിക്കും? 8 സെൻറ്റിമീറ്റർ കുറവായിരിക്കും അല്ലേ? അപ്പോൾ ഇതാണ് ചെറുത്, ഇത് വലുത്, ഇതിനേക്കാൾ 8 സെൻറ്റിമീറ്റർ വലുതാണ് ഇത്. അതായത് ഇവർ തമ്മിലുള്ള വ്യത്യാസം 8 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സും വൈയും തമ്മിലുള്ള വ്യത്യാസം എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 8. അപ്പോൾ നമുക്കിവിടെ 2 ഇക്വേഷൻ കിട്ടി. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2.
ഇനി എന്ത് ചെയ്യാം, നമ്മൾ പതിവ് പോലെ തന്നെ നമുക്ക് നോക്കിയേ രണ്ടും ഒഴിവാക്കാം അല്ലേ. അപ്പോൾ കോഎഫിഷ്യന്റ് സെയിം ആണ്, അതുകൊണ്ട് നമുക്ക് ഏതിന് വേണമെങ്കിലും ഒഴിവാക്കാം. എക്സിനെ ഒഴിവാക്കണമെങ്കിൽ എക്സിനെ ഒഴിവാക്കാം, വൈനെ ഒഴിവാക്കണമെങ്കിൽ വൈനെ ഒഴിവാക്കാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, വൈനെ ഒഴിവാക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ വൈനെയാണ് നമ്മൾ ഒഴിവാക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഉടനടി കൂട്ടുക അല്ലേ. അത് മനസ്സിൽ ഒപ്പം കൂടെ പോന്നോട്ടെ. അതായത് വ്യത്യസ്ത ചിഹ്നങ്ങൾ വരുമ്പോൾ കൂട്ടുക, സെയിം ചിഹ്നങ്ങൾ വരുമ്പോൾ കുറയ്ക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് വേണം, വ്യത്യസ്ത ചിഹ്നങ്ങൾ വൈകിനാണ് നമ്മൾ ഒഴിവാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2 രണ്ടും കൂടി കൂട്ടാൻ പോകുന്നു. അപ്പോൾ എന്ത് വരും, എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് വൈ മൈനസ് വൈ 0 ആയിപ്പോയി. 20 പ്ലസ് 8 28. അപ്പോൾ 2x ഈസ് ഈക്വൽ ടു 28, എക്സ് ഈസ് ഈക്വൽ 28 ബൈ 2 ഈക്വൽ ടു 14. അപ്പോൾ നമുക്കിവിടെ എക്സിൻ്റെ വില കിട്ടി 14. എക്സ് എന്ന് പറഞ്ഞാൽ ഈ വശത്തിൻ്റെ വലിയ നീളം നമുക്ക് കിട്ടി 14. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എക്സിൻ്റെ വില ഇത് ഈക്വേഷനിൽ കൊടുത്തോളൂ. അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 20 ആണ്. അതിൽ എക്സിൻ്റെ വില 14 ആണ് അല്ലേ. 14 പ്ലസ് വൈ ഈക്വൽ ടു 20, വൈ ഈസ് ഈക്വൽ ടു 20 മൈനസ് 14 6. അപ്പോൾ നമുക്കിവിടെ വൈയുടെ വില കിട്ടി 6, എക്സിൻ്റെ വില കിട്ടി 14. അതായത് നീളം കൂടിയ വശം 14, നീളം കുറഞ്ഞ വശം 6. ഇനി ശരിയാവില്ലൊക്കെ, എക്സും വൈയും കൂട്ടിക്കഴിഞ്ഞാൽ 20 അല്ലേ. 14ഉം 6ഉം കൂട്ടിക്കഴിഞ്ഞാൽ 20. ഇവരെ തമ്മിലുള്ള വ്യത്യാസം 8. 14ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 8. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ലെങ്ത് ഓഫ് ലോങ് സൈഡ് ഈസ് ഈക്വൽ ടു 14. ലെങ്ത് ഓഫ് ലോങ് സൈഡ് അല്ലേ, നീളം കൂടിയ വശത്തിൻ്റെ അളവ് എത്രയാണ്, 14ഉം ലെങ്ത് ഓഫ് ഷോർട്ട് സൈഡ് അല്ലേ, ഷോർട്ട് സൈഡ് നീളം കുറഞ്ഞ വശത്തിൻ്റെ അളവ് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ എഴുതാം, തുടങ്ങുമ്പോൾ തന്നെ എഴുതാം. നമുക്ക് നീളം കൂടിയ വശമാണ് നമ്മളിവിടെ എക്സ് ആയിട്ട് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ലെങ്ത് ഓഫ് നീളം കൂടിയ വശത്തിൻ്റെ അളവ്, ലെങ്ത് ഓഫ് ലോങ് സൈഡ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. ലെങ്ത് ഓഫ് ഷോർട്ട് സൈഡ് നീളം കുറഞ്ഞ വശത്ത് നമ്മൾ വൈ ആയിട്ട് എടുക്കുന്നു. എന്നിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വില കിട്ടി, വൈയുടെ വില കിട്ടി. മനസ്സിലായല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം. എ വയർ 3.5 meter long is to be cut into 2 pieces with one piece bent into a square and the other into an equilateral triangle. The lengths of the sides of both must be same. How should the wire be cut? അപ്പോൾ ചോദ്യം വായിച്ചിട്ട് 1-2 പ്രാവശ്യം, മനസ്സിലാവാത്തൊരു 1-2 പ്രാവശ്യം വായിച്ച് നോക്കുക. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യം വായിക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്, ഒരു വയർ, ഒരു കമ്പി അല്ലേ, ഒരു വയറുണ്ട്. അതിൻ്റെ നീളം തന്നിട്ട് നമുക്ക് 3.5 മീറ്റർ. അതായത് ഇതുപോലുള്ള ഒരു കമ്പി, അതിൻ്റെ നീളം ലെങ്ത് തന്നിട്ടുണ്ട് 3.5 മീറ്റർ. 3.5 മീറ്റർ ആണ് ലെങ്ത്. ഇത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, രണ്ടായിട്ട് മുറിക്കണം. വെറുതെ മുറിച്ചാൽ പോരാ, എങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. അതിലെ ഒരു കഷ്ണം കൊണ്ട് ഒരു സമചതുരം ഉണ്ടാക്കണം, ഒരു കഷ്ണം കൊണ്ട് ഒരു സമഭുജ ത്രികോണവും ഉണ്ടാക്കണം. മനസ്സിലായല്ലോ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, രണ്ടിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കണം. അതായത് ഈ വശവും ഈക്വൽ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടീഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്, 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പി, ആ കമ്പിയെ രണ്ടായിട്ട് മുറിക്കണം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും മുറിക്കാം അല്ലേ. പക്ഷേ രണ്ടായിട്ട് മുറിക്കുമ്പോൾ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒരു കഷ്ണം കൊണ്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കണം, മറ്റേ കഷ്ണം കൊണ്ട് ഒരു ഈക്വലായിട്ട് ട്രയാങ്കിൾ ഉണ്ടാക്കണം. അതും നമുക്ക് എങ്ങനെയെങ്കിലും മുറിച്ച് ചെയ്യാം. പക്ഷേ അടുത്ത കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ വശവും ഈക്വലായിട്ട് ട്രയാങ്കിളിൻ്റെ വശവും ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയേ, ആദ്യം കമ്പി എടുക്കുക. കമ്പി 3.5 നമുക്ക് 2 കഷ്ണമായിട്ട് മുറിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഇവിടെ വെച്ച് മുറിച്ചെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ 2 കഷ്ണമായിട്ട് മുറിച്ചു, അളവൊന്നും എടുക്കലില്ല, നമ്മളിങ്ങനെ മുറിച്ചു. അപ്പോൾ നമുക്ക് ഈ ഒരു കഷ്ണത്തിന് നമ്മൾ എക്സ് എന്ന്, അതിൻ്റെ നീളം എക്സ് ആണെന്ന് വിചാരിക്കുക, മറ്റേ കഷ്ണത്തിൻ്റെ നീളം നമ്മൾ വൈ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 2 കഷ്ണങ്ങളായി. മനസ്സിലായല്ലോ. ഇനി നമ്മൾ ആദ്യത്തെ കഷ്ണം എടുക്കുന്നു, എക്സ് എന്ന് പറയുന്ന ഇവിടെ നിന്നിട്ട് മുറിച്ചെടുത്ത കഷ്ണം എടുക്കുന്നു. ഈ കഷ്ണം എടുത്തിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്നു, ഒരു സ്ക്വയർ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ കഷ്ണം കൊണ്ടാണ് നമ്മൾ ഈ സ്ക്വയർ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ. അതായത് ഈ കഷ്ണത്തെ നമ്മളിങ്ങനെ വളച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് സ്ക്വയർ ആക്കി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയുണ്ടായിരിക്കും എന്നാലോചിച്ച് നോക്കിയേ. അതായത് എക്സ് എന്ന് പറഞ്ഞ അളവാണ്, ഇവിടെ നിന്നിട്ട് ഇവിടെ ഇങ്ങനെ വളച്ച് വന്നാൽ മൊത്തം എക്സ്
അല്ലേ, എക്സ് ആണ്. ഇത് ഒരു സ്ക്വയർ ആണ്, സമചതുരാണ്, 4 വശങ്ങൾ ഈക്വലാണ്. മൊത്തം ഇതിന്റെ നീളം എക്സ് ആണെങ്കിൽ ഒരു വശത്തിന്റെ നീളം എത്രയായിരിക്കും? എക്സിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പൊ x/4 ആയിരിക്കും നമ്മുടെ ഒരു വശത്തിന്റെ നീളം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കടന്നേ. ഇവിടെ നമ്മൾ ഈ y എന്ന കഷ്ണം കൊണ്ടാണ് ഈ സമഭുജ ത്രികോണം ഉണ്ടാക്കുന്നത് ആണല്ലോ. സമഭുജ ത്രികോണം അതായത് 3 വശങ്ങളും ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ മൊത്തം നീളം ഇവിടെ തൊട്ട് ഇങ്ങനെ നീളത്തിലാണ് y ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു വശത്തിന് എത്രയായിരിക്കും? മൊത്തം y ആണുള്ളത്, അതിനെ 3 വശങ്ങളുണ്ട് അല്ലെ, ഈക്വൽ ആണ്, അതുകൊണ്ട് y/3. അപ്പോൾ y/3 ആണ് ഇതിന്റെ ഈ ഒരു വശത്തിന്റെ നീളം. അപ്പോൾ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും ഓരോ വശങ്ങളുടെ നീളം കിട്ടി. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ ചോദ്യത്തിലേക്ക് വന്നേ. 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പിയാണ് മുറിച്ചത് അല്ലേ. 3.5 മീറ്റർ നീളമുള്ള ഒരു കമ്പി മുറിച്ചു. നമ്മൾ രണ്ട് പേര്, അത് ഒന്ന് എക്സ് എന്ന നീളത്തിലും ഒന്ന് വൈ എന്ന നീളത്തിലും അല്ലേ. അതായത് എക്സും വൈയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? നമുക്ക് 3.5 മീറ്റർ കിട്ടണം വേണ്ടേ. അപ്പോൾ നമുക്ക് എഴുതാം എക്സ് പ്ലസ് വൈ സീക്വൽ ടു 3.5 മീറ്റർ. അപ്പോൾ എക്സും വൈയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 3.5 കിട്ടണം. നമ്മളത് മുറിച്ചിട്ട് ഒരു സമചതുരുണ്ടാക്കി, ഒരു സമഭുജ ത്രികോണം ഉണ്ടാക്കി. ഇനി എന്താണ് ഒരു കണ്ടീഷൻ പറഞ്ഞത്? രണ്ടിൻ്റെയും വശങ്ങൾക്ക് ഒരേ നീളമായിരിക്കണം അല്ലേ. അപ്പോൾ ഇതിൻ്റെ വശം നമുക്ക് കിട്ടി x/4 ആണെന്ന് കിട്ടി, ഇതിൻ്റെ വശത്തിൻ്റെ നീളം y/3 ആണെന്ന് കിട്ടി. ഇവർ പറഞ്ഞിട്ടുണ്ട് രണ്ടിൻ്റെയും വശങ്ങൾ ഒരേ നീളമായിരിക്കണം, ഒരേ അളവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ x/4ഉം y/3ഉം ഈക്വൽ ആയിരിക്കണം. x/4ഉം y/3ഉം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. അപ്പൊ ഇത് നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്ന് x പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3.5, x/4 ഈസ് ഈക്വൽ ടു y/3. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു രണ്ടും ഫ്രാക്ഷൻ ആണ് അല്ലെ, ഭിന്നസംഖ്യകളാണ്. നമുക്കറിയാം a/b ഈസ് ഈക്വൽ ടു c/d ആണെങ്കിൽ ഇവർ തമ്മിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, തമ്മിൽ ക്രോസ് ചെയ്താൽ ഈക്വൽ ആയിരിക്കും. അതായത് സീക്വൽ ടു b ഇൻറ്റു c ആയിരിക്കും അല്ലേ. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈക്വൽ ആയിരിക്കും, അത് നമുക്കറിയാം. അതേപോലെ തന്നെ ഇവിടെ ചെയ്യാലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ആ രൂപത്തിൽ നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവർ നമ്മൾ ക്രോസ് ചെയ്യാം. അതായത് x ഇൻറ്റു 3x സീക്വൽ ടു 4 ഇൻറ്റു y 4y എന്ന് കിട്ടി. ഇവിടെ നമുക്ക് 3x ഈക്വൽ ടു 4y എന്ന് കിട്ടി. ഇത് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി 3x ഈക്വൽ ടു 4y, അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില എത്രയായിരിക്കും? x ഈക്വൽ ടു എന്ത് വരും? 4y ഇൻറ്റു 3 അങ്ങോട്ട് പോകുമ്പോൾ ബൈ 3 അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എക്സിന്റെ വില കിട്ടി നമുക്ക് 4y ഈ ഇൻറ്റു 3 അപ്പുറത്ത് പോകുമ്പോൾ ബൈ 3. അപ്പോൾ എക്സിന്റെ വില കിട്ടി. എക്സ് എന്ന് പറയുന്നത് 4y/3 ആണ്. നമ്മൾ ആദ്യം പറഞ്ഞു എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 3.5 ആണ് അല്ലേ, 3.5. അപ്പോൾ അതൊന്നും കൂടി എടുത്ത് എഴുതിയാൽ എക്സ് പ്ലസ് വൈ 3.5 ആണ്. എക്സിന്റെ വില നമുക്കറിയാം 4y/3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ എക്സിന്റെ സ്ഥാനത്ത് എക്സിന്റെ വില 4y/3 അല്ലേ. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് ഈ വില അങ്ങോട്ട് കൊടുത്താലോ? എക്സിന് പകരം കൊടുക്കാം അല്ലേ. അതായത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 3.5 ആണ്. എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? എക്സിന്റെ വില നമുക്കറിയാം 4y/3 ആണ്. അപ്പൊ ഈ വില നമുക്ക് ഇവിടെ അങ്ങോട്ട് കൊടുക്കാം. അപ്പൊ എന്ത് സംഭവിക്കും? എക്സിന് പകരം 4y/3 പ്ലസ് ഇനി ഈ y ഇസ് ഈക്വൽ ടു 3.5. അപ്പൊ നമുക്കിവിടെ യഥാർത്ഥത്തിൽ എന്താ ചെയ്തത്? നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എക്സും വൈയും വന്നാൽ ഏതെങ്കിലും ഒരാൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ ആരെ ഒഴിവാക്കി? എക്സിനെ അങ്ങോട്ട് ചുളിവിൽ ഒഴിവാക്കി. എക്സിന് പകരം എന്ത് കൊടുത്തു? നമ്മൾ 4y/3 എന്ന് കൊടുത്തു അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് മാത്രമായി? y മാത്രമായി, എക്സ് ഒഴിവായി പോയി. ഇനി നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ എക്സ് ഇല്ല. ഇനി 4y/3 പ്ലസ് y ഇസ് ഈക്വൽ ടു 3.5 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ തമ്മിൽ കൂട്ടാൻ പറ്റുമോ? 4y/3 പ്ലസ് y. ഇത് ഫ്രാക്ഷൻ അല്ലേ, ഇത് ഭിന്നസംഖ്യയാണ്, ഇത് ഭിന്നസംഖ്യ അല്ല. അപ്പോൾ നമുക്ക് കൂട്ടാൻ എന്ത് വേണ്ടി വരും? നമുക്കറിയാം ഇതിൻ്റെ അടിയിലും ഒരു 1 ഉണ്ട് അല്ലേ, ഇതിൻ്റെ അടിയിൽ ഒരു 1 ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ 3 ആണ്, ഇവിടെ 1 ആണ്. അപ്പോൾ നമുക്ക് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ എന്ത് വേണം? ഇതിനെ നമ്മൾ 3 ആക്കണം. ഇതിനെ 3 ആക്കണം, നമ്മൾ എന്ത് വേണം? ഇതിനെ 3 കൊണ്ട് ഗുണിക്കണം അല്ലേ. ഇവിടെ 3 കൊണ്ട് ഗുണിച്ചാൽ നമ്മൾ എന്ത് വേണം? അതേ കാര്യം തന്നെ മുകളിലും ചെയ്യണം അല്ലേ. ഭിന്നസംഖ്യ ആകുമ്പോൾ എന്താണ് അടിയിൽ ചെയ്യുന്നത് അത് നമ്മൾ മുകളിലും ചെയ്യണം. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് വേണം?
3 കൊണ്ട് ഗുണിക്കണം. എന്തിനാ 3 കൊണ്ട് ഗുണിച്ചത്? ഇവിടെ 3 ആണ്, അപ്പോൾ ഇവിടെയും നമുക്ക് 3 ആക്കണം. അതിനു വേണ്ടി നമ്മൾ 3 കൊണ്ട് ഗുണിച്ചു. അടിയിൽ എന്താണോ ചെയ്യുന്നത് നമ്മൾ മുകളിലും ചെയ്യണം. അപ്പോൾ എന്തായി മാറി? നമുക്ക് എന്ത് കിട്ടി? 4y/3 പ്ലസ് ഇവിടെ y ഇൻറ്റു 3 അല്ലേ? അപ്പോൾ 3y/1 × 3 അപ്പോൾ നമുക്ക് ഇവിടെ രണ്ടിൻ്റെയും ഛേദം സെയിം ആയി. ഇവിടെ ആദ്യം ഛേദം സെയിം ആയിരുന്നില്ല, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. സീക്വൽ ടു എത്രയാണ്? 3.5. ഇത് നമുക്ക് എളുപ്പത്തിൽ കൂട്ടാലോ. 4y + 3y എത്രയാണ്? 7y/3 സീക്വൽ ടു 3.5. അപ്പോൾ നമുക്ക് 7yയുടെ വില എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ക്രോസ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യാം അല്ലേ? അതായത് 7y ഇൻറ്റു 1, അതായത് 7y തന്നെ, സീക്വൽ ടു 3 × 3.5 3 × 3.5 സീക്വൽ ടു 10.5. അപ്പോൾ അതിൽ നിന്ന് വൈയുടെ വില കിട്ടുമല്ലോ. y സീക്വൽ ടു 10.5/7 ഇൻറ്റു 7/7 മാറി. സീക്വൽ ടു 10 7 ഒരു പ്രാവശ്യം, ബാക്കി 3 35 35 7 5 പ്രാവശ്യം അല്ലേ? 7 5 35. അപ്പോൾ നമുക്ക് വൈയുടെ വില കിട്ടി 1.5. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ വൈയുടെ വില നമ്മുടെ ഒരു ഇക്വേഷനെ കൂടി കൊടുക്കാം. ആദ്യത്തെ ഇക്വേഷൻ ഏതാണ്? x + y അല്ലേ? അപ്പോൾ x + y = 3.5. x പ്ലസ് വൈയുടെ വില എത്രയാണ്? 1.5. 1.5 = 3.5. x = 3.5 മൈനസ് 1.5 = 2. അപ്പോൾ ഇത് 1.5 മീറ്റർ, ഇത് 2 മീറ്റർ. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ നീളത്തിലുള്ള വശം എത്ര ആയിരിക്കണം? 2 മീറ്റർ ആയിരിക്കണം. ഇത് 2 മീറ്ററും ഇത് 1.5 മീറ്ററും. അപ്പോൾ നമുക്ക് എക്സും വൈയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 3.5 മീറ്റർ കിട്ടി. ഇനിയോ ഇത് 2 മീറ്റർ ഉള്ളത് വെച്ചിട്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? ഒരു സൈഡിൻ്റെ അളവ് 0.5 അല്ലേ? 1/2 മീറ്റർ ആയിരിക്കും. ഇവിടെയോ 1.5 മീറ്റർ വെച്ചിട്ടുള്ളത് കൊണ്ട് ഒരു സമഭുജ ത്രികോണം ഉണ്ടാക്കിയാൽ 3 വശമാണ്, അപ്പോഴും 0.5 1/2 മീറ്റർ ആയിരിക്കും ഇതിൻ്റെയും ഈ സൈഡിൻ്റെയും അളവ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് അതിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ